ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ആകർഷണീയതയും വശ്യതയും നിറഞ്ഞ കാലഘട്ടമാണ് വിദ്യാർത്ഥി കാലഘട്ടം. മുത്തച്ഛനും മുത്തശ്ശിയും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മേശയിൽ പരസ്പര സംസാരവും തിരുത്തലുകളും ഇണക്കങ്ങളും പിണക്കങ്ങളും അതിലൂടെ സ്വഭാവ രൂപീകരണവും നടന്നിരുന്നു. എന്നാൽ ശൈശവദശയിൽ നിന്ന് വികാസത്തിന്റെ സുന്ദര സോപാനങ്ങൾ കടന്ന് പരിപക്വതയുടെ സാക്ഷാത്കാരത്തിലെത്താൻ ഇന്നിന്റെ കൗമാരങ്ങൾക്ക് കടമ്പകളേറെയാണ്. സമീപനാളുകളിൽ കേരള സമൂഹം അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ മുഖ്യമായത് മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അക്രമ പരമ്പരകളുടെ വാർത്തകളിൽ ചോര വീണു കിടക്കുന്ന നമ്മുടെ നാടിന്റെ ചിത്രം ഏറെ ഭയപ്പെടുത്തുന്നതാണ്. അതെ, നമ്മുടെ നാട് ലഹരിച്ചുഴിയിൽ വീണ് മുങ്ങിത്താഴുമ്പോൾ നശിക്കുന്നത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വലിയ പ്രതീക്ഷകളാണ്, നാളെയുടെ സ്വപ്നങ്ങളാണ്. 9 സംസ്ഥാനങ്ങളിലെ 30 സർവകലാശാലകളിൽ നിന്നുള്ള 8542 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നിംഹാൻസ് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം കോളേജ് വിദ്യാർത്ഥികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചതായും ലഹരി ഉപയോഗിക്കുന്നവരിലാണ് അനാരോഗ്യ ചിന്തകൾ കൂടുതലുള്ളതെന്നും പറയുന്നു. DJ പാർട്ടികളിലും മറ്റും കണ്ടിരുന്ന രാസലഹരിയുടെ രാജ്യാന്തര മാഫിയകൾ ഇപ്പോൾ വീടുകളിലും സ്കൂൾ മുറ്റത്തേക്കും എത്തിച്ചേരുന്നു. ഇന്ന് കുട്ടികളുടെ ജീവിതശൈലിയെ നിയന്ത്രിക്കുന്നത് മദ്യവും മയക്കുമരുന്നും രാസലഹരിയുമൊക്കെയാണ്. ചിന്തകൾ, തീരുമാനങ്ങൾ, കുടുംബാംഗങ്ങളും അയൽക്കാരും സുഹൃത്തുക്കളുമായുള്ള ബന്ധം എല്ലാത്തിന്റെയും നിയന്താവ് ഇപ്പോൾ ഇത്തരം ലഹരിയാണ്. സ്വതന്ത്ര ഇന്ത്യ മദ്യപാനം എന്ന വിപത്തിന് അടിമയാണ് എന്ന തിരിച്ചറിവിൽ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. പക്ഷേ പ്രിയപ്പെട്ട ബാപ്പുജി, ഞങ്ങൾ അറിയുന്നു, ഗോഡ്സെയുടെ വെടിയുണ്ടകളാൽ ആ വെരിമാറിടം പിളർന്നതിലധികം വേദന ജോലി സ്ഥലത്തു പോലും പോകാതെ മദ്യക്കായലിലേക്ക് യുവാക്കൾ ഒഴുകുന്നത് കാണുമ്പോൾ അങ്ങ് അനുഭവിച്ചിട്ടുണ്ടാകും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബഹളങ്ങൾക്കു നടുവിൽ ഒറ്റമുണ്ടെടുത്ത് അർദ്ധനഗ്നനായ ഒരു മനുഷ്യൻ തല ഉയർത്തി നിന്ന് പറയുന്നുണ്ട്, അരുത്, അധർമ്മമരുത്. ജീവിതത്തിന്റെ താളം കെടുത്തുന്ന ലഹരിയുടെ ഇരുളിലേക്ക് ഇനി ഒരാളെയും വിട്ടുകൊടുക്കുവാൻ പാടില്ല. ലഹരിക്കെതിരെ ഫലപ്രദമായ ഇടപെടലുകൾ സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ നാം ഒപ്പം ചേരേണ്ടതുണ്ട്. ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പകരുകയും ആവശ്യമായ കൗൺസിലർമാരെ നിയമിക്കുകയും ചെയ്യണം. വിദ്യാർത്ഥി യുവജന സംഘടനകളെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമാക്കണം. പ്രധാന ടൗണുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കണം. വീടും സ്കൂളും കുട്ടികൾക്ക് നൽകേണ്ട സുരക്ഷിതത്വം പോലെ തന്നെ പ്രധാനമാണ് വീടിനും സ്കൂളിനും ഇടയിലെ വഴികൾ ലഹരി മുക്തമാണെന്ന ഉറപ്പ് വരുത്തേണ്ടതും. അതെ, നമ്മൾ ഭരണ സംവിധാനവും നിയമപാലകരും അധ്യാപകരും കുട്ടികളും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ചിറങ്ങേണ്ട സമയമായി. ലഹരിയുടെ വേരുകൾ പൂർണ്ണമായും അറുത്തുമാറ്റിയില്ലെങ്കിൽ അത് കൂടുതൽ കുട്ടികളിലേക്ക് പടർന്നു കയറുമെന്ന കാര്യം നാം മറക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട്, നാം ഇതെല്ലാം അതിജീവിക്കും. കാരണം ഭാവി ഭാരതം നമ്മൾ കുട്ടികളുടെ കരങ്ങളിലാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, എന്റെ നാടിനെ കുറിച്ചുള്ള സുന്ദര സ്വപ്നം. ലഹരി മാഫിയകൾക്ക് കീഴടങ്ങാത്ത സംസ്കാര സമ്പന്നവും സമാധാനപൂർണവുമായ ഒരു നാട്. അങ്ങനെയുള്ള ഒരു നവകേരളം സൃഷ്ടിക്കുവാൻ നമുക്കൊരുമിച്ച് അണിനിരക്കാം. നന്ദി. ജയ് ഹിന്ദ്.